ഗുരുജി, എന്തോ ഒരു കാര്യം ചോദിക്കണ്ടേ? ഓ നേരത്തെ നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്തില്ലേ? ആ അതില് ഏഴമറക സിനിമയിലെ ബോധിധർമ്മനെ കുറിച്ചൊരു സെറ്റപ്പ് പറഞ്ഞില്ലേ? ആ അതായത് കണ്ണിൽ നോക്കിയ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റണത്, അത് ശരിക്കും ഉള്ളതാണോ? തീർച്ചയായിട്ടും അത് പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അതിനെ നമ്മൾ യോഗവിദ്യയിൽ നോക്കുമർമ്മം എന്നൊക്കെ വിളിക്കും. ഒരു വ്യക്തിയുടെ കണ്ണിലേക്ക് സിദ്ധികൾ കൈവരിച്ചൊരു യോഗി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവരൊരു നീണ്ട നിദ്രയിലേക്ക് പോകും. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മനസ്സിനെ എന്നത്തേക്കുമായിട്ട് നിശ്ചലമാക്കി കളയാൻ പറ്റും. അവർ ചിലപ്പോൾ മരണ അവസ്ഥയിലേക്ക് പോലും കടത്താൻ സാധിക്കും. അതൊരു വിദ്യയാണ്, എല്ലാവർക്കും കൈവരിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതിന് പക്ഷേ യോഗയുടെ അടിസ്ഥാന വശം എന്നർത്ഥമാക്കുന്നത് തന്നെ പരിണാമപ്പെടുക എന്നുള്ളതാണ്. ഇപ്പം നീ ചോദിച്ചതുപോലും മരിക്കാൻ കിടക്കുമ്പോഴല്ല യോഗ ചെയ്യേണ്ടത്, യോഗ ജീവിക്കുന്ന സമയത്താണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പ്രാണൻ നിലകൊണ്ട് നിൽക്കുന്ന 5 പ്രാണമയ കോശങ്ങളിലായിട്ടാണ്. ഒന്ന് അന്നമയ കോശം, അതേപോലെ തന്നെ മനോമയ കോശം, അതേപോലെ വിജ്ഞാനമയ കോശം, അതേപോലെ തന്നെ ആനന്ദമയ കോശം എന്നൊക്കെ പറയുന്ന 5 കോശങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇതിലെല്ലാം ഒരു വ്യക്തി ബാലൻസിങ് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ, ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു അന്നമയ കോശത്തിൽ നമ്മുടെ പ്രാണൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു വ്യക്തിക്കോട് ഇപ്പോൾ ഒരു ശാരീരപരമായുള്ള ഒരു അടുപ്പം തോന്നുകയും അത് ഏതാനും മാസങ്ങളോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളോ കഴിയുമ്പോൾ അത് കുറഞ്ഞു പോകുന്നത്. അത് മനോമയ കോശത്തിലൂടെ എനർജികൾ നിങ്ങൾ പുറമേ നിന്നും എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ അകമേ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കൊടുക്കുന്നുമുണ്ട്. അതൊരു രീതിയാണ്. മനോമയ കോശത്തിലുള്ളവർക്കാണ് അറിയാലോ, അവർ കൂടുതൽ ചിന്താലുകളായിരിക്കും. അവർ ഉള്ളിൽ നിന്ന് ചിന്ത വരുന്നു, അതിനുള്ള ഉത്തരങ്ങൾ അവർ തേടി നടക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ അവരുടെ പ്രാണമയ കോശത്തിലൂടെയും കൂടി ഊർജം സഞ്ചരിക്കുമ്പോഴാണ് അവർക്ക് ഊർജ്ജതലത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു യോഗി അവർ മനോമയ കോശത്തിനെ ഉപയോഗിക്കുന്നില്ല, അന്നമയ കോശത്തിനെ ഉപയോഗിക്കുന്നില്ല. അവർ ഊർജത്തിലായിരിക്കും അവരുടെ ജീവിതത്തിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സദാസമയം. അതിനാൽ അവർക്ക് സിദ്ധികളെല്ലാം തന്നെ പല രീതിയിലും അവർക്ക് ഉപകരിക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ശ്രീരാമ പരമഹംസനെ കേട്ടിട്ടില്ലേ? അദ്ദേഹം എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം ഭക്ഷണത്തിനോട് ഭയങ്കര പ്രിയം കാണിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്. എപ്പോഴും ഈ 3 എണ്ണത്തിലൂടെയും കടന്നു പോകുമ്പോഴും ഒരെണ്ണത്തിൽ മാത്രം നിശ്ചിൽ, ഇപ്പോൾ പ്രാണമയ കോശത്തിൽ മാത്രം നിൽക്കുവാണെങ്കിൽ പോലും അതൊരു ഇൻബാലൻസിങ് സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ ഒരു ജീവന് ഈ 3 തലങ്ങളിലൂടെയും കടന്നു പോകണം. അതിനാൽ കൂടുതലും സിദ്ധികളിൽ അകപ്പെട്ടാലും അവിടെ ഒരു ഗുരുവിൻ്റെ ഒരു കണ്ണില്ലെങ്കിൽ അവർക്ക് പരിണാമവശത്തെ അറിയാൻ പറ്റില്ല. ഈ സിദ്ധികളെല്ലാം തന്നെ സത്യമാണ്. നമസ്കാരം.